കാലിക്കറ്റ് സർവകലാശാലയിലേക്കുള്ള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ സന്ദർശനത്തിൽ പ്രതിഷേധിച്ച് SFI നടത്തിയ പ്രതിഷേധത്തിന് നേരെ പോലീസ് നടപടി. ഗവർണർക്കെതിരെ പ്രതിഷേധിച്ച SFI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ബലപ്രയോഗത്തിലൂടെയാണ് SFI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. SFI സംസ്ഥാന സെക്രട്ടറി PM അർഷോ ഉൾപ്പെടെയുള്ളവർ എതിരെയാണ് പോലീസ് നടപടി. വൈകിട്ട് 4 മണിയോടെയായിരുന്നു കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ SFI പ്രതിഷേധം ആരംഭിച്ചത്. ക്യാമ്പസിന് അകത്തു നിന്നും ഗേറ്റിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞതോടെ പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പിന്നാലെയായിരുന്നു പോലീസ് നടപടി. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തെരുവ് ഗുണ്ടകളുടെ നിലവാരത്തിലേക്ക് താഴ്ന്നു എന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് SFI സംസ്ഥാന സെക്രട്ടറി PM അർഷോ കുറ്റപ്പെടുത്തി. ഗവർണർക്കെതിരെയുള്ള SFIയുടെ പ്രതിഷേധം ജനാധിപത്യപരമായിരിക്കുമെന്നും അർഷോ പ്രതികരിച്ചു. ഗവർണർക്കെതിരെ ഒരു കാരണവശാലും ക്യാമ്പസിനുള്ളിൽ പ്രവേശിപ്പിക്കില്ലെന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്തു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ഗവർണർക്കെതിരെ കരിങ്കൊടിയും ഗോബാക്ക് വിളിയുമായാണ് SFI പ്രവർത്തകർ പ്രതിഷേധിച്ചത്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹമാണ് ക്യാമ്പസിനകത്തും പുറത്തും ഒരുക്കിയിരുന്നത്. സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ ഗവർണർ ശ്രമിക്കുന്നു എന്നാരോപിച്ചായിരുന്നു SFI ആരിഫ് മുഹമ്മദ് ഖാനെതിരെ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചത്. ഇതിന് പിന്നാലെയാണ് സെമിനാറിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെത്തുമെന്ന് പ്രഖ്യാപിച്ചത്. ഇതോടെ ഗവർണറെ തടയുമെന്ന് SFI നിലപാട് എടുത്തിരുന്നു. പിന്നാലെ ക്യാമ്പസിൽ ഗവർണർ ഗോ ബാക്ക് എന്നുൾപ്പെടെയുള്ള ബാനറുകളും ഉയർന്നു. മുടങ്ങിപ്പോയ നിങ്ങളുടെ പഠനം പൂർത്തിയാക്കൂ. അംഗീകൃത യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഓൺലൈനായും ഓഫ്ലൈനായും. എയ്ഡ് എഡ്യൂക്കേഷൻ. കോൾ 9037242243. കേരളത്തിലെ ക്യാമ്പസുകളിൽ കാലുകുത്താൻ അനുവദിക്കില്ലെന്ന് SFI വെല്ലുവിളിക്ക് പിന്നാലെ 3 ദിവസം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ താമസിക്കാനായാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തുന്നത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരായ പ്രതിഷേധം തുടരുമെന്നും കേരളത്തിലെ ഒരു ക്യാമ്പസിലും കയറാൻ അനുവദിക്കില്ലെന്നും SFI സംസ്ഥാന സെക്രട്ടറി PM അർഷോ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു.